ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾ വളരെ നേരത്തെ തന്നെ അവരുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ബി.ജെ.പി 2 വർഷം മുൻപേ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു. ഒരു വർഷം മുൻപ് തൊട്ട് തന്നെ ഏകദേശം സ്ഥാനാർത്ഥികളുടെ ഒരു നിർണയത്തിലേക്കും അവർ കടന്ന് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ബി.ജെ.പി ക്യാമ്പുകളിൽ പറഞ്ഞു കേട്ടത്, അല്ലെങ്കിൽ ബി.ജെ.പി പബ്ലിക്കിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് 300+ സീറ്റുകൾ എന്നുള്ള ഒരു കണക്കായിരുന്നു. 300 അതിലധികം സീറ്റുകൾ നേടുക, 300 സീറ്റുകൾ നേടിക്കൊണ്ട് 2024 അധികാരത്തിൽ വരിക എന്ന്. അതിനുശേഷമാണ് INDA എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണി രംഗത്തെത്തുന്നു. മോദിക്കും ബി.ജെ.പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തും ആ സഖ്യമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേയിലും മറ്റും പറയുകയുണ്ടായി. അങ്ങനെ അത് ശക്തമായി വരുമ്പോൾ ഈ 300+ എന്നുള്ള സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടില്ല. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് കിട്ടിയ സീറ്റ് മാത്രമേ കിട്ടൂ എന്ന് പല സർവേകൾ പറയുകയും ചെയ്തു. പക്ഷേ എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. INDA മുന്നണിയുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ വന്നു. അതിനുശേഷം ബി.ജെ.പി മുൻപോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സാധാരണപ്പെട്ട ജനം പോലും പറയുന്നത് 400+ സീറ്റുകളിൽ കിട്ടി ബി.ജെ.പി അധികാരത്തിൽ വരുമെന്നാണ്. അതോടുകൂടി ബി.ജെ.പി അവരുടെ മുദ്രാവാക്യം മാറ്റി. 300+ എന്നുള്ളിടത്ത് അവർ 400+ എഴുതി ചേർത്തു. 400+ എന്നവർ പറയുന്നതിനൊരു കാര്യം കൂടിയുണ്ട്. 400+ നേടി അവർ അധികാരത്തിലെത്തിയാൽ അത് ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരായിരിക്കും. രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ് 414 എന്ന റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. അത് മറികടക്കാനായാൽ കോൺഗ്രസ് ഇതരമായ ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നത് 400 സീറ്റിന് മേളിൽ സീറ്റുകൾ നേടി കേന്ദ്രം ഭരിക്കുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. ഏതായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് അവർ വളരെ ഈസിയായി തന്നെ മുൻപോട്ട് പോകുന്നൊരു കാഴ്ച. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ മുന്നണി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ തന്നെ കളം വിട്ടു. നിതീഷ് കുമാറിനെ ആ മുന്നണിയിൽ നിന്ന് ചാടിക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിക്ക് വലിയ നേട്ടമായി. കാരണം ഈ INDA മുന്നണി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് നിതീഷ് കുമാർ. എല്ലാ നേതാക്കന്മാർക്കും കത്തെഴുതിയ ഒരു വ്യക്തിയാണ്. അതിൻ്റെ ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. ചെറിയ ഒരു പാർട്ടിയല്ല, ബീഹാറിനെ സംബന്ധിച്ച് നിർണായക റോളുള്ള ഒരു പാർട്ടിയാണ്. ഏതായാലും അതിനെ ബി.ജെ.പി പക്ഷത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിയുടെ ഒരു നേട്ടമായി തന്നെ കരുതാൻ കഴിയും. മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ 42 സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസുമായിട്ടൊരു സഖ്യം വേണ്ട എന്ന് പറയുന്നു. CPM-ന് 7 അയലത്ത് പോലും അവിടെ എത്താൻ കഴിയാത്തൊരു സാഹചര്യം. പഞ്ചാബിലേക്ക് എത്തുമ്പോൾ ആം ആദ്മി ഇതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് മോദിയെ തകർക്കാൻ, ബി.ജെ.പി തകർക്കാൻ INDA മുന്നണി എവിടൊക്കെ മത്സരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നിലവിൽ UP-യിൽ അഖിലേഷ് യാദവും കോൺഗ്രസുമായി സീറ്റ് ധാരണ എത്തിയിട്ടില്ല, തമ്മിൽ തല്ലാണ്. അതുകൊണ്ട് അവിടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. പ്രധാനപ്പെട്ട സീറ്റുകളുള്ള 42 സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ അവർ INDA മുന്നണിയല്ല. ബീഹാറിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ JDU ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ പഴയ മഹാവികാസ് അഘാഡിയ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. തെലങ്കാനയിൽ കോൺഗ്രസും ബി.ജെ.പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. അവിടെ TRS ഉണ്ട്, അവിടെയും INDA മുന്നണി ഇല്ല. ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ അവിടെയും INDA മുന്നണി ഇല്ല. ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ്സാണ് മേജർ റോളിൽ കളിക്കുന്നത്. ബി.ജെ.പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് DMK-യിലെ ഒരു ചെറിയ കക്ഷി മാത്രമാണ്. കർണാടക എത്തുമ്പോൾ അവിടെ INDA ഇല്ല. കോൺഗ്രസും ബി.ജെ.പിയും ഒപ്പം തന്നെ ജനതാദളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സഖ്യം കൂടിയാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ INDA മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസും CPM കേരളത്തിലും തമ്മിൽ തല്ലുകയാണ്. ഫലത്തിൽ INDA മുന്നണി മത്സരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം എങ്ങും ആ മുന്നണി സംവിധാനമില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ NDA പോലെയാണ് INDA എന്ന് പറയേണ്ടി വരും. കാരണം പല സംസ്ഥാനത്തും ചെറിയ ചെറിയ പാർട്ടികൾ, 1-2 പേരുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലിൽ പോലും ജയിക്കാൻ കഴിയാത്ത പാർട്ടികളെ കൂട്ടിക്കെട്ടി അവർ മത്സരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും ഈ INDA മുന്നണി മത്സരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ INDA മുന്നണി മോദിയെ താഴെ ഇറക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ അല്പം വോട്ട് ബാങ്കുള്ളൊരു പാർട്ടി BSP ആണ്. ആ BSPയെ പോലും കൂട്ടാതെയുള്ള പോക്കാണ് മുൻപോട്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ബി.ജെ.പി കോൺഗ്രസ് നേർക്കുനേറുള്ള പോരാട്ടമാണ്. അതായത് ഫലത്തിലെങ്ങും ഈ മുന്നണി മത്സരിക്കുന്നില്ല. നേരെ മറിച്ച് ബി.ജെ.പി മുന്നണി, അതായത് NDA മുന്നണി എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലായിടത്തും അവർ മത്സരിക്കുന്നുണ്ട്. ബീഹാറിൽ അവർ മത്സരിക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ അവർ ശിവസേനയുമായി ചേർന്ന് മത്സരിക്കുന്നു, UP-യിൽ അവർ SBSPയും മറ്റ് അപ്നാദളുമൊക്കെ പോലുള്ള പാർട്ടികളുമായി ചേർന്ന് അവർ മത്സരിക്കുന്നു, ഹരിയാനയിൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിയുമായി ചേർന്നവർ മത്സരിക്കുന്നു, പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായി ചേർന്നവർ മത്സരിക്കുന്നു. അതെല്ലാം അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള പാർട്ടികളാണ്. ഇവിടെ INDA മുന്നണി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. കുറേയിടത്ത് ചാരം, മറ്റൊരിടത്ത് പുക എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അതായത് ആർക്കും ഒന്നും പിടികൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയാണ് INDAക്ക്. ഇവിടെയാണ്
മോദിയും BJPയും ആവേശത്തോട് പറയുന്നു തങ്ങൾ 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. ഇപ്പോൾ സാധാരണ ജനവും അതുതന്നെ പറയുന്നു. അത് പറയാനുള്ള പ്രധാന കാരണം ഈ കെട്ടിപ്പൊക്കെ INDA മുന്നണി നിലവിലില്ല. അവർ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാരണം അതൊന്ന് കാണാൻ താല്പര്യമുണ്ട്. ഇതിനാണ് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.